വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനിശ്ചയതയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 119 സങ്കീർത്തനം എന്റെ 147 വാക്യം. ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്ത. ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി. രണ്ടാമത് വചനത്തിൽ പ്രത്യാശ വെക്കുന്നയാൾ. പ്രൈസലോ. ഈ വചനം നമ്മൾ ശുശ്രൂഷിക്കുന്ന പ്രാരംഭത്തിൽ പറയട്ടെ, നമ്മൾ ചന്ദ്രനോ ചൊവ്വയോ എന്ന് പറഞ്ഞ ഗ്രഹങ്ങളിലല്ല നമ്മൾ ജീവിക്കുന്നത്. പ്രൈസലോ. ചിലരൊക്കെ ചിന്ത അങ്ങനെ ചന്ദ്രനിലോ അല്ലെങ്കിൽ ചൊവ്വയിലോ ഒക്കെ ജീവിക്കുന്ന അങ്ങനെ ഗ്രഹങ്ങളുണ്ടല്ലോ, അതിലാ ജീവിക്കുന്ന ചിലരുടെയൊക്കെ ചിന്ത. ചിലര് സ്വർഗത്തിൽ തന്നെയാണെന്നാ പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അവർക്ക് പ്രാർത്ഥനയും വേണ്ട, ആരാധനയും വേണ്ട, ദൈവത്തിനും വേണ്ട. അതുകൊണ്ട് അവരെല്ലാം ശ്രേഷ്ഠന്മാരാണെന്ന് പറയുന്നുണ്ട്. പ്രവേശനം. എന്നെ കേൾക്കുന്ന മാന്യശ്രോതാവെ, നീ എത്ര നിഗളിച്ചാലും നക്ഷത്രങ്ങളുടെ കൂട് വെച്ചെന്ന് പറഞ്ഞാലും അവിടെ നിന്ന് നിന്നെ താഴെ ഇറക്കുമെന്ന് പറഞ്ഞൊരു കർത്താവുണ്ട്. അതുകൊണ്ട് നീ എല്ലാ കാലഘട്ടം നീ ഭൂമിയിലാണ് ജീവിക്കുന്നത്. ഭൂമിയിൽ ജീവിക്കുന്ന വ്യക്തി ഹല്ലേലൂയ, അവൻ ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവനായിരിക്കണം. പ്രവേശനം. ഇന്നത്തെ കാലഘട്ടത്തിൽ യുവതലമുറയ്ക്ക് ഉദയം എന്താണെന്ന് പോലും അറിയത്തില്ല, കൗമാരക്കാർക്ക്. കാരണം അവര് മൊബൈലും തൊട്ട് രാത്രി കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റ് വരുന്നത് ആ ഉദയമൊക്കെ കഴിഞ്ഞ സൂര്യൻ നല്ല ചൂടായി വരുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ ഈ അവധിക്കാലം കൊണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഒരുപക്ഷെ നേരത്തെ എഴുന്നേൽക്കുമായിരിക്കും. പക്ഷേ ഉദയത്തിന് മുമ്പ് പ്രാർത്ഥനയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ പ്രധാന വിഷയം. പ്രവേശനം. ഈ ഭൂമി ജീവിക്കുന്ന നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് കർത്താവിനോടുകൂടെ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ബന്ധം പുലർത്തുക എന്നുള്ളതാണ്. അത് ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് ദൈവത്തോട് ബന്ധം പുലർത്തി ദൈവശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ഭാഗ്യ പദവിയാണ്. പ്രൈസലോ. ഹല്ലേലൂയ. അപ്പം കർത്താവുമായിട്ട് നമുക്ക് ആനന്ദിക്കുവാൻ കഴിയണം. ഭൂമിയിലായിരിക്കുന്ന സകല മനുഷ്യർ സ്വർഗത്തോടും ബന്ധം പുലർത്തുന്നതിന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഹല്ലേലൂയ ഭാഗ്യങ്ങളിൽ ഏറ്റവും അതിപ്രധാനമായ ഭാഗ്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവുമായിട്ട് ബന്ധം പുലർത്തുവാൻ ഏക അനുഭവം, അവസരം തന്നെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു വിശ്വാസി വിവിധ നിലകളിൽ പ്രാർത്ഥിക്കുന്നവരാണ്. ഒരു വിശ്വാസി വിവിധ നിലകളിൽ പ്രാർത്ഥിക്കുന്നവരാ. ഹല്ലേലൂയ. തനിച്ചുള്ള പ്രാർത്ഥനയുണ്ട്, കുടുംബ പ്രാർത്ഥനയുണ്ട്, കൂട്ടമായ പ്രാർത്ഥനകളുണ്ട്, ദേശത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനെ ഈ വിവിധ നിലകളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നാലും ഹല്ലേലൂയ, നിങ്ങൾക്ക് തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ നീതിയുടെ കരം വെളിപ്പെടുത്തുകയുള്ളൂ. ചിലർക്ക് ഈ കൂട്ടത്തിൽ പാട്ടും എന്നൊക്കെ പറഞ്ഞല്ലേ, ഹല്ലേലൂയ. അങ്ങനല്ല കേട്ടോ. നമ്മൾ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടും. അവൻ ഏത് പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുന്നവനായിരുന്നാലും ആ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയിലൂടെ നമ്മോട് സംസാരിപ്പാൻ തുടങ്ങും. ഹല്ലേലൂയ. മനം തകർന്ന് ഹൃദയം കലങ്ങി കണ്ണുനീരിന്റെ നടിയിലൂടെ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വളരെ ഭാരപ്പെടുന്ന അനവധി ആളുകളിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കാണുവാൻ കഴിയും. ഒരുപക്ഷെ നമ്മൾ അങ്ങനെയുള്ള ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. എങ്കിലും നമ്മുടെ ദൈവമായിട്ട് ബന്ധം പുലർത്തുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സുവർണാവസരമുണ്ടല്ലോ. ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം, അത് ജീവിതത്തിൽ മറക്കുവാനാവാത്ത ഒന്നാണ്. പ്രൈസലോ. ഞാൻ കഴിവതും അത് ചെയ്യുന്ന ആളാണ് കേട്ടോ. ഞാൻ വെളുപ്പിന് 3 മണിക്കൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥന ആരംഭിക്കുന്ന ആളാണ്. ഞാൻ വളരെ സന്തോഷത്തില്ല ദൈവത്തോട്. ഹല്ലേലൂയ. എങ്കിലും എനിക്ക് ഒരുപാട് കുറവുണ്ട്. ഞാൻ ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ എന്റെ ഉള്ളിൽ വരാറുണ്ട്. എങ്കിലും ഞാൻ ദൈവത്തോട് കർത്താവേ, ഒരു ദിവസം പോലും മുടങ്ങാതെ എഴുന്നേൽപ്പാൻ എനിക്ക് കുറവ് നൽകണമെന്നാണ്. പ്രൈസലോ. നമുക്ക് ആ ഒരു ബന്ധം പുലർത്തണം കേട്ടോ. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന കുറഞ്ഞതാണ്, നിന്റെ ഭവനത്തിൽ പ്രശ്നങ്ങൾ വന്നു കയറിയത്.
നിന്റെ ഭവനത്തിൽ പ്രാർത്ഥന കുറഞ്ഞപ്പോൾ, നിന്റെ കുടുംബത്തിൽ പ്രാർത്ഥന കുറഞ്ഞപ്പോൾ, നീ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ, ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നിന്റെ ജീവിതത്തിൽ നീങ്ങിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സാത്താൻ നിന്റെ കുടുംബത്തിനകത്ത് പ്രവേശിച്ചു, നിന്റെ തലമുറയിൽ പ്രവേശിച്ചു, നിന്റെ ഭർത്താവിൽ പ്രവേശിച്ചു, മക്കളിൽ പ്രവേശിച്ചു, നിന്റെ ഭാര്യയിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ കുടുംബത്തിനകത്ത് ചില അനുഭവം എന്ന് പറയുന്നത് ഉടഞ്ഞ കുപ്പിച്ചില് പോലെ കുടുംബമായി മാറി. എവിടെ തൊട്ടാലും മുറി. അല്ലെങ്കിൽ അങ്ങനെ ചില കുടുംബങ്ങൾ സമാധാനമില്ല. ഇത് വിശ്വാസികളുടെ ഭവനത്തിലെ ഏറ്റവും കൂടുതൽ സമാധാനമില്ലാത്തത്. അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ കുടുംബത്തിൽ സമാധാനം എവിടെ ചെന്നാലും മക്കളെ കൊണ്ട് സമാധാനമില്ല. വീണ്ടെടുക്കപ്പെട്ടത് ചില ദൈവമക്കളുടെ നടപ്പും പൂക്കും ഇരുമ്പും ബാവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവനങ്ങ് എന്തോ അങ്ങ് ചന്ദ്രനിൽ ഇറങ്ങി വന്ന പോലെ. അല്ലേലിയ സ്വതം. നമ്മൾ ഈ നേരായ കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടില്ല. എന്നെ സംബന്ധിച്ചിട്ട് എനിക്കൊന്നുമില്ല. ഞാൻ അങ്ങനെയൊക്കെ ചില പൊട്ട ചിന്താഗതി ജീവിച്ച ആളാണ്. അതിൽ നിന്നൊക്കെ ദൈവം എന്നെ വിടുവിച്ച് കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ ദൈവീയ സന്തോഷം അനുഭവിക്കുന്നോട് പറഞ്ഞേ മതിയാകൂ. അല്ലേ ഏരിയ സ്വതം. സത്യസന്ധമായ രീതിയിൽ ദൈവവചനം ശുശ്രൂഷിക്കാൻ സഭയ്ക്ക് താഴെ നിൽക്കത്തില്ല. സത്യസന്ധമായ രീതിയിൽ ദൈവവചനം പ്രസംഗിച്ചാൽ, വിശുദ്ധിയുടെ വചനം പ്രസംഗിച്ചാൽ, പ്രാർത്ഥനയെക്കുറിച്ച് പ്രസംഗിച്ചാൽ, വചനധ്യാനത്തെക്കുറിച്ച് പ്രസംഗിച്ചാൽ ആമ്യം സഭയിൽ നാള് പോകാൻ തുടങ്ങും. കാരണം അവർക്ക് വിശുദ്ധിയും വചനവും കേൾക്കുന്ന ഇഷ്ടമല്ല, പ്രാർത്ഥനയും. അവർക്ക് ഈ ലോകത്തിന്റെ ചപ്പും ചവറും പിറക്കി നടക്കുന്നത് ഇഷ്ടം. അങ്ങനെയുള്ള അനവധി ആളുകളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് മായട്ടയ്ക്കെന്താ കേട്ടോ, പേടിച്ചിട്ടല്ല കേട്ടോ. പേടി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ആരെയില്ല, പേടിയില്ല. ദൈവത്തെ പേടിയുണ്ട്. ഹല്ലേലൂയ. കാരണം നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജനിച്ചു വീണത് ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ കരുണയാണ്. ഇന്ന് നിങ്ങൾ നിൽക്കുന്ന പ്രായം എന്ന് പറയും, നിങ്ങൾ ജീവനോടെ നിൽക്കുന്നുണ്ടെങ്കിൽ 2025 അവസാന ദിവസമായി 30-ാം തീയതി നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കരുണയാണ്. നിങ്ങളുടെ ബലമൊന്നുമല്ല, നിങ്ങളുടെ കഴിവോ പ്രാപ്തിയൊന്നും അല്ല കേട്ടോ, ദൈവം തന്ന. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് നീ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന നിന്റെ കുടുംബത്തിനും നിന്റെ വീട്ടിനും നിന്റെ ജീവിതത്തിലും പ്രയോജനമാകണം. അതിന്റെ നീ ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് നിന്റെ മക്കളെയും കൂടെ ചേർത്ത് അതിനകത്ത് കൊണ്ടുവരണം, അവരെ അതിൽ പഠിപ്പിക്കണം. അല്ലേലും രക്തം ചെയ്യുന്നു. അപ്പം വചനം അങ്ങനെ കേട്ടോ. എന്നാൽ ഒരു മനുഷ്യന്റെ ആത്മജീവിതം അവന്റെ തനിച്ചുള്ള പ്രാർത്ഥനയെ ആസ്പദമാക്കിയിരിക്കും. അല്ലേലിയ. ഒരു മനുഷ്യന്റെ ആത്മജീവിതം എന്ന് പറയുന്നത് അവൻ തനിയിരുന്ന് പ്രാർത്ഥിക്കുന്നതിനോട് അനുബന്ധമായിട്ടാണ് രക്തം ചെയ്യുന്നത്. പ്രേക്ഷകരോടല്ലേ. അപ്പം തനിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ക്രിസ്ത്യൻ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനം. തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ക്രിസ്ത്യൻ ജീവിത അടിസ്ഥാനമാണ്. എന്നിട്ട് മറ്റുള്ള കൂട്ടായി പ്രാർത്ഥന വേണ്ടതില്ല, അത് നമുക്ക് വേണം. പക്ഷെ എങ്കിലും തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയണം. അല്ലേ? അത് ഒരു മരത്തിന്റെ വേര് പോലെയാ. തനിച്ചിരുന്ന പ്രാർത്ഥന ഒരു മരത്തിന്റെ വേര് പോലെയാ. എന്ന് പറഞ്ഞ ഒരു മരം നമ്മൾ ഒരു ചെടി അല്ലെ ഒരു മരം നമ്മൾ വെച്ച് പിടിപ്പിക്കും, ഒരു വിത്ത് പാകുമ്പോൾ ആ മരത്തിന്റെ വേരുകൾ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഏത് കാറ്റും കോളും വന്നാലും പേമാരി വന്നാലും ആ മരം കടപുഴകി വീഴാത്ത നിലയിൽ ആ മരത്തെ താങ്ങി നിർത്തുന്നത് അതിന്റെ തായ്വേരാ. ആ മരം വളരും തോറും തായ്വേരെന്ത് ചെയ്തു താഴോട്ട് പാഞ്ഞുകൊണ്ടിരിക്കും. അതിൽ നിന്ന് ചില്ലുകളായിട്ട് അനവധി വേരുകൾ ആ മരത്തെ ഉലയ്ക്കാതെ പിടിച്ചു നിർത്തും. എന്ന് പറഞ്ഞതുപോലെ നീ പ്രാർത്ഥിക്കുമ്പോൾ, ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ, ആ പ്രാർത്ഥന എന്ന് പറയുന്നതിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തെ നിയന്ത്രിക്കും. പ്രൈസലോ. അല്ലേലിയ. അപ്പൊ നമ്മൾ ദൈവത്തിന് വചനത്തോട് വരണം. അപ്പൊ ഇവിടെ നാം തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് കർത്താവ് നമുക്ക് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തുവാൻ നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരും. രക്തം ചെയ്യും. തനിച്ചിരുന്നാണെങ്കിൽ കർത്താവ് നമ്മുടെ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തുവാൻ ഇറങ്ങി വന്നവൻ നമ്മോട് സംസാരിക്കും. നമ്മുടെ ഹൃദയത്തെ തുറന്ന് കാട്ടുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തെ തുറന്ന് കാട്ടുന്നതാണ് പ്രാർത്ഥന. ഇന്ന് പലരും ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതെന്തൊരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഹൃദയം തുറക്കുക എന്ന് പറഞ്ഞ അപൂർവമാണ്. ഈ കാമുകന്മാരൊക്കെ ഹൃദയം തുറന്നങ്ങോട്ട് സംസാരിക്കും. പിന്നെ അവസാനം വഞ്ചനയിലും ചതിയിലും ചാടുകയും ചെയ്യും. പക്ഷെ എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മൾ ഹൃദയം തുറന്ന് സംസാരിക്കുക, ഹൃദയം തുറന്ന് കാണിക്കുന്നത്, ഹൃദയം തുറക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മുമ്പിലായിരിക്കണം. അത് പ്രാർത്ഥനയിലായിരിക്കണം. അവിടെ നീ ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല, നീ വഞ്ചിക്കപ്പെടത്തില്ല. മനുഷ്യനൊന്നും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, ചതിവിലകപ്പെട്ടുകൊണ്ടിരിക്കുക. എത്രയോ കൗമാരക്കാരാണ് ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്നത്, നശിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയില്ലാത്ത നിന്റെ ജീവിതത്തിനകത്ത് സാത്താൻ പ്രവേശിക്കും. പ്രേക്ഷകർ, അതുകൊണ്ട് നമ്മുടെ ഹൃദയം തുറന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അല്ലേലിയ. അപ്പം ഒരു മകൻ
തന്റെ പിതാവിനോട് അവകാശത്തോടു കൂടി സംസാരിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ കർത്താവിനോട് സംസാരിക്കണം. മക്കള് അപ്പന്മാരോട് അമ്മമാരോട് അവർക്ക് അവകാശത്തോട് സംസാരിക്കാൻ അവർ മക്കളാണ്. മക്കളായതുകൊണ്ട് അപ്പനമ്മ അവകാശത്തോട് സംസാരിക്കുക. അപ്പനമ്മമാരെന്ത് ചെയ്യും? അവരുടെ ആ സംസാരത്തിനകത്ത് അവർക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കും. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ കർത്താവിനോട് അവകാശത്തോടെ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരം കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചു തരും. അവകാശത്തോടെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവഹിതത്തിന് പ്രാർത്ഥനയിൽ നീ ദൈവത്തോട് സംസാരിക്കുന്നതാണ്. അല്ലേറിയ നമ്മുടെ അവകാശങ്ങളെല്ലാം നമ്മൾ ഇവിടെ കർത്താവിനോട് പറയുക. അല്ലേറിയ അപ്പം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന സങ്കീർത്തനക്കാരൻ പൂർണ്ണ ഹൃദയത്തോടെ തന്നെ ദൈവത്തിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുവാൻ തയ്യാറാണ്. അല്ലേറിയ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന സങ്കീർത്തനക്കാരൻ പൂർണ്ണ ഹൃദയത്തോട് തന്നെ വചനം പ്രമാണിക്കാൻ തയ്യാറാണ്. അല്ലേറിയ അതാണ് 119 സങ്കീർത്തനം സ്തോത്രം 145 വാക്യത്തിൽ വായിക്കുന്നത്. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരമരണമേ യഹോവേ, ഞാൻ നിന്റെ ചട്ടങ്ങളെ പ്രമാണിക്കും. പ്രൈസ്. അപ്പം പൂർണ്ണമായ ഹൃദയം തുറക്കേണ്ടത് യേശുവിന്റെ അരികിലാണ്, അല്ലാതെ ലോകക്കാരുടെ മുമ്പിലല്ല. പൂർണ്ണമായ ഹൃദയം തുറക്കേണ്ടത് പൂർണ്ണമായ ഹൃദയം തുറന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ അവന്റെ ചട്ടങ്ങളെ പ്രമാണിക്കുമ്പോൾ സ്വർഗീയ കടാക്ഷം നമ്മുടെ മേൽ വരും, രക്തം ചെയ്യും. അല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരുപാട് ഭാരത്തിലല്ലേ കടന്നു പോകുന്നു, ഒരുപാട് സങ്കടത്തിലല്ലേ? എന്നെ കേൾക്കുന്ന സഹോദരി, എത്ര കാലമാണ് ഈ വേദന അനുഭവിക്കുന്ന സഹോദര? ഞാനിത് പറയുമ്പോൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ വിളിക്കുന്ന അനവധി ആളുകളുടെ മനോദുഃഖങ്ങൾ ഞാൻ തിരിച്ചറിയാറുണ്ട്. അല്ലേറിയ. ജീവിതത്തിൽ ഒരിക്കൽ പോലും സന്തോഷിക്കാത്ത സഹോദരിമാരെ എനിക്കറിയാം, കുടുംബജീവിതത്തിൽ. അല്ലേറിയ. അവർ രാവുകളില്ലാതെ വീട്ടിലെ പണിയെടുക്കണം, പകൽ മുഴുവൻ പോയി ജോലി ചെയ്യണം, ചിലപ്പോൾ ഷിഫ്റ്റ് മാറി വരുമ്പോൾ രാത്രിയിലായിരിക്കും. എന്നിട്ടും ഉറക്കളച്ച് പണിയെടുത്ത് വീട്ടിലേക്ക് വരുമ്പോൾ നല്ലൊരു ആശ്വാസത്തിന്റെ വാക്കുകൾ കേൾക്കാതെ കുറ്റപ്പെടുത്തുന്ന അനവധി ഭർത്താക്കന്മാർ, അത് മുഖാന്തരം വേദനിക്കുന്ന സഹോദരിമാർ, അതിലൂടെ മക്കളെ ശകാരവും അങ്ങനെ കണ്ണുനീരോടെ കടന്നു പോകുന്ന അനവധി ആളുകളുണ്ടോ കേട്ടോ. അതായത് നീ പേടിക്കാതെ ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് നീ പ്രാർത്ഥിക്കുക, നിന്റെ കുടുംബത്തിനകത്തൊരു ദൈവത്തിന്റെ നീതി വെളിപ്പെടാൻ. പ്രൈസലോ. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടം സഹിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ നല്ലൊരു ശതമാനം സ്ത്രീകളാകട്ടോ. കാരണം അവരെന്ത് ചെയ്താലും കുറ്റങ്ങളായിരിക്കും അവർക്ക് എന്ത് ചെയ്താലും കുറ്റങ്ങൾ, എന്തെല്ലാം നല്ലത് ചെയ്ത കുറ്റങ്ങളായിരിക്കും. പ്രത്യേകിച്ച് ഈ കുടുംബജീവിതത്തിലെ ഉപയോഗിച്ച സൗകര്യമാർ രാപകലില്ലാതെ ജോലി ചെയ്താലും അവർക്ക് കുറ്റങ്ങളും പഴിയാനുമായിരിക്കും. പ്രൈസലോ. അത് സ്വയം മേടിച്ചെടുക്കുന്നവരുമുണ്ട് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ രണ്ട് വിരുദ്ധ നിലകളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പോകുന്നില്ല, സമയം കിട്ടാത്തത് കൊണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ ചട്ടങ്ങളെ പ്രമാണിക്കാൻ തയ്യാറാകണം. ആമേൻ. ഹല്ലേലൂയ. 146 വാക്യം വായിക്കുന്നു. 146 വാക്യം വായിക്കുമ്പോൾ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എന്നെ രക്ഷിക്കണമേ, ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. അപ്പൊ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന, എന്നെ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും, അല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ ഏതെങ്കിലും പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നുപോയി അതിൽ നിന്ന് രക്ഷ ആഗ്രഹിക്കുന്നത് പോലെ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, പലപ്പോഴും നമ്മൾ ഇതുപോലെ ചില കഷ്ടതയിൽ ചെന്ന് ചാടാറില്ലേ, സങ്കടത്തിൽ ചെന്ന് ചാടാറില്ലേ? അവിടെ നമ്മെ രക്ഷിക്കുവാൻ ഈ ലോകത്തിന്റെ ഒരു ശക്തികളും വരാതിരിക്കും, ലോകത്തിൽ ആരും വരാതിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് വിളിച്ചു പറയുക, അല്ലേ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എന്നെ രക്ഷിക്കണമേ. അല്ലേ. എന്നിട്ടാണ് ദൈവത്തിന് വചനം പറയുന്നത്, ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമെന്ന്. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ സ്തോത്രം അല്ലെ, സങ്കീർത്തനക്കാരല്ല ഏതോ വലിയ പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയി. ആ കടന്നുപോയതിന്റെ മുഖാന്തരം ദൈവവചനത്തിലുള്ള ആ പരിശീലനം നിമിത്തം ദൈവ പൈതൽ ഉദയത്തിന് മുമ്പേ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കടന്നുപോയ പ്രതിസന്ധികളുടെ നടുവില് തളരാതെ നിന്നിട്ട് പറയുക, താൻ പരിശീലനം ചെയ്യുന്ന, താൻ പരിശീലിച്ചുകൊണ്ടിരിക്കുക, തന്നെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവചനത്തെ പ്രമാണിക്കുന്നത് കൊണ്ട് ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് സ്വഭാവമുണ്ടോ? സ്വഭാവമില്ലേ, വളർത്തിയെടുക്കണം കേട്ടോ.
രക്തം ചെയ്യും. അപ്പൊ ദൈവത്തിന്റെ വചനം ഇതൊക്കെയാണ്. ഇവിടെ ദൈവത്തിന് പറയും, പുരാതന കാലങ്ങളിൽ പട്ടണത്തിലെ കാവൽക്കാർ ഓരോ യാമം കഴിയുമ്പോഴും മണിയടിച്ച് സമയം അറിയിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടിരുന്നത് പോലെ സങ്കീർത്തനക്കാരൻ രാത്രി സങ്കീർത്തനക്കാരൻ യാമങ്ങൾ തോറും തിരുവചനം പ്രമാണിക്കുവാൻ ധ്യാനിക്കുവാൻ വേണ്ടി ഉത്സാഹിക്കുന്നു എന്നുള്ളതാണ് 148 വാക്യം പറയുന്നത്. അപ്പൊ രാത്രിയുടെ യാമങ്ങൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. സ്തോത്രം. നമുക്ക് ഈ കാലത്ത് യാമങ്ങളൊന്നും അറിയത്തില്ല. അതെന്ന് പറഞ്ഞാൽ പോലും ഈ തലമുറ അറിയത്തില്ല. ഞാൻ സഭയെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് യാമങ്ങളെ കുറിച്ച് അറിയോ? അവരത് അന്ന് കേൾക്കുന്നത് പോലെ. പിന്നെ ഈ ദൈവസഭയ്ക്കകത്ത് വചനം ശുശ്രൂഷിക്കുമ്പോഴേ പല ആളുകൾ ഉറക്കമായിരിക്കും. അവർക്ക് വചനം കേൾക്കാൻ പറ്റില്ല. പിശാച് അവരെ ഉറക്കും. രണ്ടാമത് അവർ ശ്രദ്ധിക്കുന്നത് അവരുടെ ഹൃദയത്തിലേക്ക് കാണത്തില്ല. യഥാർത്ഥത്തിൽ വചനം കേട്ട് അത് ഗ്രഹിച്ച് അത് തിരിച്ചറിയുന്നവരാണ് ജീവിതാനുഗ്രഹങ്ങൾ ലഭ്യമാകുമെന്ന് പറയുന്നത്. ചിലര് എത്ര വചനം കേട്ടാലും അവരുടെ ഹൃദയത്തില്ല. കാരണം കുടം കമത്തി വെച്ച് വെള്ളം ഒഴിച്ചതുപോലെ പലരും സഭയ്ക്കകത്ത് വരുന്നുണ്ട്, ഒരു ജീവനായിട്ട് ഇരിക്കുന്നുണ്ടെന്നുള്ളത് മാത്രം. പ്രയോജനം നല്ല ദൈവത്തിന്റെ വചനം നീ കടന്നു പോകുന്ന കഷ്ടതയുടെ നടുവിൽ നിന്നെ കൈപിടിച്ചുയർത്തണമെങ്കിൽ നീ പ്രാർത്ഥിക്കണം. നിന്റെ ഭർത്താവിന്റെ മദ്യപാനം മുഖം നിന്റെ കുടുംബം പട്ടിണിയാണെങ്കിൽ, നിന്റെ ജീവിതം തകർന്നതാണെങ്കിൽ, അല്ലെങ്കിൽ നീ നിരാശയിലാണെങ്കിൽ, നിന്റെ മക്കൾ വഴിവിട്ട ജീവിത മുഖാന്തരം നിന്റെ കുടുംബത്തിലുള്ള ലഹരിക്ക് അടിമപ്പെട്ടെങ്കിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ യുവാക്കന്മാരടക്കം വലിയ മാതാപിതാക്കൾ എല്ലാവരും ലഹരിക്ക് അടിമപ്പെട്ടവരാ. അങ്ങനെ നിന്റെ കുടുംബം താറുമാറായി കിടക്കുമ്പോൾ അത് മുഖാന്തരം നിനക്ക് ഉയർച്ചയില്ലാതെ നിനക്ക് കണ്ണുനീരോടുകൂടി കടന്നു പോകുമ്പോൾ നീ ഉദയത്തിനു മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ എപ്പോഴും കുറ്റപ്പെടുത്തും. അവർക്ക് നല്ല വണ്ടിയുണ്ട്, അവർക്ക് നല്ല വീടുണ്ട്, അവരുടെ മക്കളിലെ എഞ്ചിനീയറാണ്, ഡോക്ടറാണ്, അവരുടെ മക്കളെല്ലാം വിദേശത്താണ്, അവരുടെ മക്കളെല്ലാം നല്ല നിലയിലായി, അവർക്ക് ഇഷ്ടംപോലെ സമ്പാദ്യമുണ്ട്, എസ്റ്റേറ്റുണ്ട്, തോട്ടങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നീ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത്? നിനക്കില്ലാത്തത് കൊണ്ടല്ലേ നീ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയത്? എന്തുകൊണ്ടാണ് നിനക്കില്ലാതെ പോയത്? മറ്റൊരുവന്റെ നന്മ കാണുമ്പോൾ നിനക്ക് നീ അസ്വസ്ഥനാകുന്നത് എന്തുകൊണ്ടാണ്? നിനക്കില്ലാത്ത പോയത് കൊണ്ടാണ്. ഇല്ലാതെ പോയത് നിന്റെ കുടുംബത്തിന്റെ, നീ വളർന്നു വന്ന നിന്റെ കുടുംബത്തിന്റെ നിന്റെ കുടുംബത്തിന്റെ ക്രമീകൃതമല്ലാത്ത ജീവിതം കൊണ്ട്. നിനക്കില്ലാതെ പോയി. നിന്റെ മാതാപിതാക്കൾ നിന്റെ കുടുംബക്കാരും ഒക്കെ ഉണ്ടാക്കിയത് കള്ളുഷാപ്പിൽ കൊണ്ട് കൊടുത്ത്, ബാറിൽ കൊണ്ട് കൊടുത്ത്, ബീവർ അവര് വളർന്നു നന്നായിട്ട്, അവർ നല്ല സൗദങ്ങൾ പോകണം, അവരുടെ മക്കൾ നല്ല നിലയിൽ ജീവിക്കുമ്പോൾ നിന്റെ മക്കൾ വഴിയെ ഇരന്ന് നടക്കുക. അവർ രാപകലിലും അത് കഷ്ടപ്പെടുക. കാലരി ഭാരം ചുമക്കുന്നത് പോലെ അവർ ഭാരം ചുമക്കുക. എന്നിട്ട് നീ മറ്റുള്ളവരെ കുറ്റം അവർക്കുണ്ട് ഇവർക്കുണ്ട്, അവരുടെ മക്കൾ അവിടെ ഇവർ. നീ ആദ്യം മടങ്ങി വന്ന് ദൈവത്തിൽ നിന്ന് ദൈവത്തിന് വചനം ധ്യാനിച്ച് നിന്റെ കഷ്ടങ്ങൾ, നിന്റെ സങ്കടങ്ങൾ, വേദനകൾ നീ ദൈവത്തോട് പറഞ്ഞ് നിന്റെ കണ്ണുനീര് ദൈവം മുമ്പിൽ ഒഴുകട്ടെ. നിന്റെ പാപങ്ങളെ നീ ഏറ്റുപറ. നീ കടന്നു പോകുന്ന പ്രതിസന്ധികളെ നിന്നെ രക്ഷിക്കാൻ ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട വചനം പ്രമാണിച്ചുകൊണ്ട് ഉദയത്തിന് മുമ്പേ നീ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാൽ നിന്റെ കഷ്ടതയുടെ നടുവിൽ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. രക്തം ചെയ്യും. അല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ നന്മ കണ്ടാൽ പിറുവിറുത്തിട്ട് കാര്യമില്ല. 99% ജനങ്ങളും മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ പിറുവിറുക്കുന്നവരാ. എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞത്. എല്ലാവരും ഞാൻ സംസാരിക്കുന്നത്, അല്ല നിങ്ങൾ സംസാരിക്കുന്നത് എല്ലാം അത് തന്നെയാണ് പറഞ്ഞത്. അവർക്കൊണ്ട് എനിക്കില്ല. അത് നിനക്കില്ലാത്തതിന്റെ കാരണം നീ തിരിച്ചറിയണം. നിന്റെ മാതാപിതാക്കളുടെ ജീവിതത്തിന്റെ ക്രമമാകട്ടോ. ഞാനത് പറയുന്നത് ഞങ്ങളൊക്കെ അനുഭവക്കാരാ. അതുകൊണ്ടാണ് പറയുന്നത്. സ്തോത്രം. ഇവരുടെ കഥകളോ എവിടെങ്കിലും വായിച്ചതോ കേട്ടൊന്നുമല്ല. ജീവിതം അനുഭവിച്ചറിഞ്ഞതുകൊണ്ടും ജീവിതത്തിൽ കടന്നു വന്ന ശോധനയുടെ നടുവിൽ നിലയെല്ലാം കയത്തിൽ മുങ്ങിയ അനുഭവങ്ങളുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കൈപിടിച്ചുയർത്തുവാൻ ആരും ഇല്ലാതിരുന്നപ്പോൾ എന്നെയൊക്കെ കൈപിടിച്ചുയർത്തിയ ഒരു ദൈവമുണ്ട്. അവന്റെ വചനം പ്രമാണിക്കാൻ തുടങ്ങി, ആ വചനത്തിന് കീഴ്പ്പെടാൻ തുടങ്ങി, വചനത്തെ അനുസരിക്കുവാൻ തുടങ്ങി. ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവത്തിന് തുറക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മകൻ അവകാശത്തോടെ അപ്പനോട് ചോദിക്കുന്നത് പോലെ ഞാനും അവകാശത്തോടെ എന്റെ ദൈവത്തോട്, സൃഷ്ടാവുണ്ട് അപ്പനോട് ഞാൻ ചോദിച്ചപ്പോൾ, അവനെ പ്രാർത്ഥിച്ചപ്പോൾ അവൻ എന്റെ കരയിലേക്ക് കടന്നു വന്ന് എന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ എന്റെ കർത്താവശ്യത്തിനായിരുന്നു. അതുകൊണ്ടൊക്കെ ഈ പ്രഭാതത്തിലൊക്കെ ദൈവവചനം പറയും, നമുക്ക് ദൈവമാണ് ഏറ്റവും വലുത്. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അനേക വിശുദ്ധന്മാർ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനായി അതിരാവിലെ സമയം തെരഞ്ഞെടുത്തിരുന്നു എന്ന് പഴയ നിയമ കാലഘട്ടങ്ങളിലും പുതിയ നിയമ കാലഘട്ടങ്ങളിലും നമുക്ക് സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ കഴിയും.
ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ പാടി സ്തുതിക്കുന്നതിനും അവന്റെ വചനം പ്രമാണിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും നമ്മുടെ അപേക്ഷകൾ യാചനകൾ കർത്താവിന്റെ മുമ്പിൽ വെക്കുന്നതിനും ഒക്കെ നല്ല സമയമാണ് ഉദയത്തിന് മുമ്പുള്ള സമയം എന്ന് പറഞ്ഞാൽ പക്ഷിമൃഗാദികളെല്ലാം ചിലച്ചിറങ്ങുന്നതിന് മുമ്പ് വണ്ടികളെല്ലാം വലിയ ഇരച്ചു പാഞ്ഞ് ഊളിയിട്ട് വരുന്നതിന് മുമ്പ് അങ്ങനെ അന്തരീക്ഷം ഒരു വല്ലാത്ത അനുഭവത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഉദയത്തിന് മുമ്പേ നീ എഴുന്നേറ്റ് നീ ദൈവത്തിന് നിലവിളിക്കണം, പ്രാർത്ഥിക്കണം, നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കണം. അല്ലേ? അങ്ങനെ അനവധി ദൈവദാസന്മാർ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാർ പറഞ്ഞാൽ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെക്കുന്നതാണ്. അല്ലേ? അപ്പൊ ഇപ്പൊ ഈ പക്ഷിപ്രവചാദികളൊന്നും കൂട്ടി നിറങ്ങി ചിലച്ചിറങ്ങാൻ സമയമായിട്ടില്ല. കുറച്ചു കഴിഞ്ഞ് അവരിറങ്ങും. അപ്പം മുറ്റത്തൊക്കെ കാക്കയും മറ്റു പക്ഷികളൊക്കെ വന്ന് ചിലയ്ക്കും, നായൊക്കെ ഓളിയിടാൻ തുടങ്ങും, അല്ലെ കൂട്ടി നിൽക്കുന്ന കന്നുകാലിയൊക്കെ രാവിലെ വിളിക്കാൻ തുടങ്ങും. അല്ലെ? അങ്ങനെ ഒരു വല്ലാത്ത അന്തരീക്ഷം വരും മുമ്പേ നീ എഴുന്നേക്കണം, അത് ശീലമാക്കണം കേട്ടോ. രക്തം ചെയ്യും. അല്ലേ? അങ്ങനെയുള്ള കുടുംബങ്ങളൊന്നും തകർന്നു പോകത്തില്ല. രാത്രി മുഴുവൻ കുടിച്ചു കൂത്താടിയുള്ള കട്ടെല്ലാം കൂടെ അടിച്ചു കയറ്റിയിട്ട് അല്ലേ പിന്നെ വന്ന് പാമ്പായിട്ട് കിടന്നിട്ട് രാവിലെ എഴുന്നേക്കാൻ കഴിയാത്ത എത്രയോ യൗവനക്കാരല്ലേ? സ്വതന്ത്രം. രാത്രിയിലൊക്കെ മൊബൈലിൽ തോണ്ടി കിടന്നിട്ട് രാവിലെ എഴുന്നേക്കാൻ വയ്യാത്ത എത്ര സഹോദരിമാര് കുട്ടികളടക്കം അല്ലേ? അവർക്ക് ഉദയത്തിന് മുമ്പ് എഴുന്നേക്കുമ്പോൾ അവരുടെ കാര്യമൊക്കെ കട്ടപ്പോക തന്നെയാ. കാരണം ദൈവമായിട്ട് ബന്ധമില്ല, അവർക്ക് മൊബൈലുമായിട്ടാണ് ബന്ധം. അവരുടെ ചങ്കത അല്ലേ? പല്ലും ചങ്ക് മൊബൈലാ. അവരതി ചാണ്ടിയും ഒക്കെ ഇരുന്നിട്ട് ഉദയത്തിന് മുമ്പ് ഒന്നും എഴുന്നേക്കാൻ പറ്റത്തില്ല. അവരുടെ കുടുംബം കണ്ണതില്ല, അവര് കണ്ണതയില്ല. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളൊക്കെ കട്ടപ്പുകയാകും എന്ന് പറഞ്ഞത്. അല്ലേ? അങ്ങനെ ആയിത്തീരാതെ. അല്ലേ? നമുക്കറിയാം ഈ കട്ടപ്പുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാ ചിന്തിച്ചത്? അല്ലേ? കട്ടപ്പുകയെന്നൊക്കെ പറയല്ലോ. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ പറയാം. ഞാൻ ഒരുപാട് വണ്ടിപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിപ്പണികളൊക്കെ ചെയ്യുന്നവർ നല്ല പുതിയ വണ്ടികളുണ്ട്, പഴയ വണ്ടികളുമുണ്ട്. ആ പുതിയ വണ്ടികളൊക്കെ നല്ല നിലയിൽ അത് നന്നായിട്ട് പ്രവർത്തിച്ച് പുകയൊക്കെ ഇല്ലാതെ വണ്ടി ഓടും. വണ്ടി പഴകും തോറും എന്ത് ചെയ്യും? അത് നന്നാക്കത്തില്ല. നന്നാക്കാതെ ഇട്ട് വെച്ച് പിന്നെ ചില വണ്ടിയുടെയൊക്കെ പുറകെ കൂടെ പോയാൽ കറുത്ത കരിപുരണ്ട പുക, കട്ട പുക പുറത്തേക്ക് വരുന്ന കണ്ടത്തില്ലേ? മനുഷ്യനെ അസ്വസ്ഥമാക്കുന്നത് എന്ന് പറഞ്ഞവരെ നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന നഷ്ടപ്പെടുമ്പോൾ, ആരാധന നഷ്ടപ്പെടുമ്പോൾ, വചനധ്യാനം നഷ്ടപ്പെടുമ്പോൾ വണ്ടി പുറത്തേക്ക് തുപ്പുന്ന ഒരു കട്ട പുക പോലെ നിന്റെ ജീവിതം അനുഭവത്തിലാകും. അതിനെന്ത് ചെയ്യണം? നമ്മളെ എഴുന്നേറ്റ് പുതുക്കിക്കൊണ്ടിരിക്കണം, പ്രാർത്ഥനയിൽ പുതുക്കണം. അങ്ങനെ അനവധി വിശുദ്ധന്മാരുണ്ടായിരുന്നു. അല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറഞ്ഞു, ദൈവമേ അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും എന്നാണ് വചനം പറയുന്നത്. ദൈവമേ അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുക. അല്ലേലൂയ. സങ്കീർത്തനക്കാരൻ 63-ാം അധ്യായം അല്ലേലൂയ അതിന്റെ 1-ാം വാക്യം പറയാണ്, ദൈവമേ നീ എന്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു. വലിയ ദാഹമാണ്. അധികാലത്തെ അല്ലേലൂയ, സ്തോത്രം. അധികാലത്തെ ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറ. അല്ലേലൂയ. ഈ വചനവും സ്തോത്രം. അല്ലേലൂയ. നമ്മളിപ്പോ ചിന്തിക്കുമ്പോൾ അല്ലേലൂയ സങ്കീർത്തനക്കാരൻ അല്ലേലൂയ ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. യഹൂദ മരുഭൂമിയിൽ ഇരിക്കുന്ന സമയത്ത് തന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു സംഗീതമാണ് ഈ 63-ാം സങ്കീർത്തനം. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നാസ്തികൻ ദൈവമില്ലെന്ന് പറയുമ്പോൾ, പുറംജാതികൾ എണ്ണമറ്റ ദേവന്മാരെ ആരാധിക്കുമ്പോൾ ഒരു ദൈവഭക്തൻ ഏക സത്യ ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമാണുള്ളത്. ആ ദൈവത്തെ അവൻ അതിരാവിലെ അന്വേഷിക്കുന്നു. കാരണം എന്താ? സ്തോത്രം. അനവധി ആളുകൾ ദൈവമില്ലെന്ന് പറയുന്ന മൂഢന്മാർ, നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, ദൈവമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ കൂട്ടം തന്നെയുണ്ട്. സാത്താനി സേവകർ, സാത്താനി ആരാധനക്കാർ, അല്ലെങ്കിൽ എണ്ണമില്ലാത്ത ദേവന്മാരെ, ദൈവമാരെ ഒക്കെ ആരാധിക്കുന്ന വലിയ കൂട്ടം ജനങ്ങളുണ്ട്. അതിൽ ചില ആളുകൾ വിവിധ നിലകളിൽ അവരുടെ വിശ്വാസം. ഇതിലൊക്കെ നല്ലൊരു ശതമാനം ജനങ്ങളും ദൈവമില്ലെന്ന് പറയുമ്പോൾ, തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും ഒക്കെ ദൈവമില്ല എന്ന് പറയുന്ന മൂഢന്മാരുടെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ ഒരു ദൈവഭക്തൻ അധികാലത്ത് എഴുന്നേറ്റ് ദൈവത്തെ അന്വേഷിക്കും.
അതാണ് 63 സംഗീതം. എന്നിട്ട് പറയുകയാണ് അല്ലേലിയ, വചനം പറയുകയാണ് അല്ലേലിയ, സ്തോത്രം സ്തോത്രം അല്ലേലിയ. ഉണങ്ങി വരണ്ട ദേശത്താണ് അവൻ പാർക്കുന്നതെങ്കിലും അവന്റെ ഹൃദയം ദാഹിക്കുന്നത് വെള്ളത്തിനു വേണ്ടിയല്ല, ജീവനുള്ള ദൈവത്തിനു വേണ്ടിയിട്ടാണ്. യഹൂദ മരുഭൂമിയിൽ ഉണങ്ങി വരണ്ട ആ മരുഭൂമിയുടെ അനുഭവമാണ് ദാവീദെങ്കിലും ദാവീദ് വെള്ളത്തിന് വേണ്ടിയിട്ടല്ല അവിടെ ദാഹിക്കുന്നത്, പിന്നെന്താണ്? ജീവനുള്ള ദൈവത്തിന് വേണ്ടിയിട്ടാണ്. ജീവനുള്ള ദൈവത്തെ യഹൂദ മരുഭൂമിയിൽ കണ്ടുമുട്ടി തന്റെ ജീവിതത്തിന്റെ പ്രയാസവേളകളിൽ അതിനൊരു ആശ്വാസം തരാൻ യഹോവയായ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ എന്ന് അല്ലേലിയ സങ്കീർത്തനക്കാരന്റെ ഹൃദയത്തിന്റെ ആ ഉള്ളിൽ നിന്ന് വരുന്ന ചിന്തകളാണ് ഇതൊക്കെ. അല്ലേലിയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട് ജീവനുള്ള ദൈവത്തിന്റെ ഉള്ള ദാഹം. അല്ലേലിയ. ഞാൻ ഒരു പുസ്തകത്തിന്റെ ഒരു പരിഭാഷയിൽ വായിച്ചപ്പോൾ കാണുന്നതാണ്, ദിനമതിൻ തുടർച്ചത്തിൻ മനുവിയിലും മുഖാംബുജം ദർശിച്ച നരനൊരു ദുരിതവും വരികയില്ലെന്ന് പ്രഭാതത്തിൽ നമ്മൾ പാടുന്ന പാട്ടുണ്ടല്ലോ. അല്ലേലിയ. കാരണം ഏറ്റവും മനോഹരമാകട്ടോ. ഇന്നത്തെ കാലം പ്രഭാത ഗീതം പോലും എന്താണെന്ന് അറിയത്തില്ല പലർക്കും കേട്ടോ. വിശ്വാസികൾക്ക് പോലും രാവിലെ പാടുന്ന പ്രഭാത ഗീതം എന്താണെന്ന് നല്ലൊരു ശതമാനം ആളുകൾക്കും അറിയില്ല. അറിയാവുന്നവരുണ്ട് കേട്ടോ, നല്ല മാതാപിതാക്കളൊക്കെ നല്ല മക്കളൊക്കെ അറിയാവുന്നവരുണ്ട്. ശരി. എന്നാൽ ഇന്നത്തെ തലമുറയിൽ നിങ്ങൾ ദൈവസഭയിൽ വരുമ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കണം, ഒരു പ്രഭാത ഗീതം ഒന്ന് പാട് എന്നൊക്കെ പറഞ്ഞാൽ അവര് ഇത് വിളിയും. അല്ലേരിയ, സ്തോത്രം. പലർക്കും അറിയില്ലെന്നേ. ഇതെന്തുകൊണ്ട് അറിയാതെ പോയത്? നമ്മൾ നമ്മുടെ മക്കളോടൊപ്പം പ്രഭാതത്തിൽ ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് ദൈവത്തെ പാടി സ്തുതിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തെ ദൈവത്തിന് നമ്മെ സമർപ്പിച്ചു കൊടുക്കുന്ന അനുഭവം ഭവനത്തിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ തലമുറകൾക്ക് ഇതൊന്നും അറിയില്ല. രക്തം ചെയ്യാം. പ്രൈസ് ലോർഡ്. നമ്മൾ മാനസാന്തരപ്പെടണമേ. നമ്മൾ മാനസാന്തരപ്പെട്ട മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഓരോ ദിവസവും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഈ ലോകത്തിന്റെ ചപ്പും ചവറുമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്നെടുത്ത് പുറത്ത് കളഞ്ഞിട്ട്, അല്ലെങ്കിൽ വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ദേശത്ത് സങ്കീർത്തനക്കാരൻ ദൈവത്തെ അന്വേഷിക്കുന്നത് പോലെ ജീവിതമാകുന്ന ഈ മരുഭൂമി യാത്രയിൽ ഒരുപക്ഷെ നീ അതേ അനുഭവത്തിലൂടെ കടന്നുപോയാലും നിത്യനായ ദൈവത്തെ, നിത്യജീവൻ നൽകുന്ന ദൈവത്തെ, നിന്റെ ദാഹത്തെ തീർക്കുന്ന ദൈവത്തെ, നിനക്ക് ആശ്വാസം നൽകുന്ന ദൈവത്തെ അന്വേഷിക്കുവാൻ നിനക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. ചിലർക്ക് കഷ്ടം വരുമ്പോൾ, രോഗം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, കടക്കന് വരുമ്പോൾ, ജപ്തി വരുമ്പോൾ, ലോൺ എടുത്ത് അത് അടയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ, മക്കളുടെ കാര്യം വരുമ്പോൾ, വീടില്ലാതെ അങ്ങനെയൊക്കെ ചിലർക്ക് ദൈവത്തെ അന്വേഷിക്കുന്നത്. ദിനതോറും ദൈവത്തെ സ്തുതിയും ദിനമതിൻ തുടർച്ചത്തിൻ മനുവേലും മുഖാംബുജം ദർശിച്ച നരന്റെ ദുരിതവും വരികയില്ലെന്ന് പാട്ടുകാരൻ പാടിയതുപോലെ നമുക്ക് ആഗ്രഹം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹം എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹം ചോദിച്ചാൽ നിങ്ങൾ പലതും പറയും. അല്ലേ? ചിലരും പാസ്റ്ററോട് ഞങ്ങളുടെ ആഗ്രഹം പറഞ്ഞില്ലേ, എന്നോട് പറഞ്ഞില്ല, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ നിന്റെ ഹൃദയത്തിൽ ആഗ്രഹം എന്താ? എന്നാലും പ്രൈസ് ദി ലോർഡ്. എന്റെ ഹൃദയത്തിൽ ആഗ്രഹം രാവിലെ എഴുന്നേറ്റ് ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ മഹത്വം പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാക്കി നോക്കിയേ. നിന്റെ തകർച്ചയും ദൈവം നിന്നെ ഉയർത്തും. ലേരിയ. നീ ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ നീ തയ്യാറായാൽ നിന്റെ താഴ്ചയിൽ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. 136 സങ്കീർത്തനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് സ്തോത്രം ചെയ്യുവിൻ, അവന്റെ ദയ എന്നേക്കും ഉള്ളതെന്ന് നിനക്കും നിന്റെ മക്കൾക്കും പറയുവാൻ കഴിയും. അതെ, നിന്റെ താഴ്ചയിൽ നിന്നെ ഉയർത്തുന്ന ദൈവം, ഇന്നത്തെ നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം തരുന്ന ദൈവം, ഇന്നത്തെ നിന്റെ കണ്ണുനീര് മാറ്റുന്നവൻ. നീ പലരുടെയും മുമ്പിൽ നീ നിന്ന പാത്രമായി നിൽക്കുമ്പോൾ, പലരുടെയും മുമ്പിൽ തല ഉയർത്തുവാൻ കഴിയാതെ നിൽക്കുമ്പോൾ, നീ ഭാരപ്പെടുമ്പോൾ, നിന്റെ കുടുംബത്തിന്റെ അകത്തളം ശൂന്യമായിരിക്കുമ്പോൾ, അല്ലേലിയ, നിന്റെ കലത്തിനകത്ത് ഒരു നേരത്തെ അരിക്കും ആ ചോറിനുള്ള അരി പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇന്നും കഴിയുന്ന കുടുംബങ്ങളില്ലേ? അങ്ങനെയുള്ള പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകൽ ദൈവാത്മാവിനോട് പറയുന്ന ദൂത്, ഉദയത്തിന് മുമ്പ് നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നെങ്കിൽ നീ കടന്നു പോകുന്ന കഷ്ടതയിൽ നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അല്ലേലിയ. വിശ്വസിക്കുന്ന ദൈവങ്ങൾ കരമൊഴിച്ചൊക്കെ ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്താണ്. വചനം കേൾക്കുമ്പോൾ ചുമ്മാ ചുണ്ടൊക്കെ ചരിക്കട്ടെ, സ്തോത്രം കൊണ്ട് ചരിക്കട്ടെ. അല്ലേലിയ. ദൈവം അത്ഭുതം ചെയ്യുമെന്നാണ്. ചിലരുടെ പരിശുദ്ധങ്ങൾ ശക്തമായി ദൂത് പറയുന്നത്, നീ ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാൽ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ ദൈവം മാറ്റിത്തരും. രക്തം ചെയ്യും. അപ്പൊ നമുക്ക് ദൈവത്തോട് വലിയൊരു ബന്ധമുണ്ടായിരിക്കണം. അല്ലേലിയ. ഇവിടെ നാം ദൈവവചനം പറയുന്നത്, അല്ലേലിയ, പിതാക്കന്മാർ ദൈവത്തെ പാടി സ്തുതിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. നമ്മുടെ പിതാക്കന്മാരെ നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ അനവധി പിതാക്കന്മാരുണ്ട്.
ഇന്നത്തെ കാലുകൾ ഇന്നത്തെ തലമുറയ്ക്കൊന്നും പട്ടിണി എന്തോ ദുരിതമെന്തോ സങ്കടമെന്തോ അത് കണ്ണുതിരെന്തോ എന്ന് അറിയത്തില്ല. അതാണ് ഞാൻ സ്വന്തം നമ്മുടെ പിതാക്കന്മാരൊക്കെ അത് അനുഭവിച്ചിട്ടുണ്ട്. എന്റെ പ്രായമൊക്കെ ഞാൻ ഒരുപാട് കഷ്ടതയും കഷ്ടപ്പാടും സങ്കടങ്ങളും പട്ടിണികളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഒരു ഉണക്ക് പറഞ്ഞാൽ ഒരു ഭിക്ഷയാചിക്കുന്ന ഒരു മനുഷ്യനെ പോലെ ജീവിതത്തിൽ മുന്നോട്ട് പോയ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് കേട്ടോ. അല്ലേ സോദരം, ജീവിതത്തിൽ നിരാശപ്പെട്ട സമയമുണ്ട്, പട്ടിണി കിടന്ന. പക്ഷെ ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് മുമ്പ് ഈ ആമി കടന്നുപോയി അനുഭൂതി വിശുദ്ധന്മാർ ആമീൻ രാപകലില്ലാതെ ആമീൻ വെയിലും മഴയും കൊണ്ട് മഞ്ഞും ഒക്കെ കൊണ്ട് ആമീൻ നല്ല വസ്ത്രമില്ല, നല്ല ഭക്ഷണമില്ലാതെ, നല്ലൊരു ചെരുപ്പില്ല, നല്ലൊരു കുടയില്ലാതെ അല്ലേലുയ രാപകലില്ലാതെ ദൈവത്തെ പാടി സ്തുതിച്ചു. കിലോമീറ്ററുകൾ നടന്നുപോയി ദൈവത്തെ സ്തുതിക്കുക, കിലോമീറ്ററുകൾ നടന്ന ആരാധനയ്ക്ക് പോകുന്നത്, അത് തിരിച്ചു അതുപോലെ തന്നെ കടന്നു വരുന്നത്, പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു തുള്ളി കഞ്ഞിവെള്ളം പോലും കിട്ടാതെ ഭാരപ്പെടുന്നവർ. അഥവാ അരിയുണ്ടെങ്കിൽ അന്നത്തെ നാഴിക്കണക്കാണല്ലോ. ഒരു നാഴി അരിയിട്ട് കഞ്ഞി വെച്ചാൽ മക്കൾക്ക് വിളമ്പി കൊടുത്തിട്ട് കുടിക്കുക, അതിന് മിച്ചം കുടിക്കാനില്ലാത്ത എത്രയോ അപ്പനമ്മമാർ വരിഞ്ഞു മുറുക്കി മക്കളെ വളർത്തിയെടുത്തു. അല്ലേലുയ. അത് അവർ കടന്നുപോയ പാതകൾ, അവരെ കടന്നുപോയ പ്രതിസന്ധികൾ കഷ്ടതയായിരുന്നു, സങ്കടമായിരുന്നു. പക്ഷെ അവരെ ഉദയത്തിനു മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അവരുടെ തലമുറ പിന്നത്തേതിൽ അനുഗ്രഹിക്കപ്പെട്ടത്, അവർ നന്മയിലേക്ക് ഉയർത്തപ്പെട്ടത്, അവരുടെ തലമുറയിൽ ഉയർത്തപ്പെട്ടതിന് കാരണം അമ്മ പിതാക്കന്മാരുടെ പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ ഈ പിതാക്കന്മാർക്ക് നമുക്ക് മുമ്പേ കടന്നുപോയ ചില പിതാക്കന്മാരുടെ ജീവിതാനുഭവങ്ങൾക്ക് നമ്മൾ എന്താണെന്ന് അറിയണം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ തലമുറയൊന്നും അങ്ങനെ പഠിക്കുക. ഇന്നത്തെ സഭയെന്ന് പറയുന്നത് തന്നെ ഒരു വല്ലാത്ത, അല്ലെങ്കിൽ മുട്ടുസൂചി കാന്തത്തെ കോർത്ത് കിടക്കുന്നത് പോലെ. ഇന്നത്തെ സഭയൊക്കെ എന്താണ്, മുട്ടുസൂചി കാന്തത്തെ കോർത്ത് കിടക്കുന്നതാണല്ലോ. ഇല്ലേ, നിങ്ങൾ നോക്കണം, മുട്ടുസൂചി എടുത്ത് ഒരു വായിക്കിട്ട് മുട്ടുസൂചി എടുത്ത് കുടഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഒരു കാന്തം കാണിക്കണം. ആ കാന്തത്തിൽ ഈ മുട്ടുസൂചി എല്ലാം കൂടെ കോർത്ത് പിടിച്ച് കിടക്കുന്ന പോലെ ഇന്നത്തെ സഭയും ഇടയന്മാരും വിശ്വാസികളും എന്ന് പറഞ്ഞാൽ തമ്മിൽ എപ്പോഴും കോർത്ത് കിടക്കുക. എപ്പോഴും എന്താ കസേരയ്ക്കും അധികാരത്തിനും വേണ്ടി സ്ഥാനമാണെങ്കിൽ അഹങ്കാരം, പണം പിരുത്ത് കഴിഞ്ഞപ്പോൾ ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന അനുഭവം പല വിശ്വാസികളും കുടുംബത്തെ നഷ്ടപ്പെട്ടു പോയി. സഭയിൽ പോലും പ്രാർത്ഥനയില്ല. സഭയിലൊക്കെ ആ ചടങ്ങ് പൂർത്തീകരിക്കണം. അല്ലേലിയ. അതാ അല്ലേലിയ. അങ്ങനെയല്ല, പ്രാർത്ഥനയ്ക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കണം. ഏതൊരു ശുശ്രൂഷയുടെ മുമ്പിലും പ്രാർത്ഥനയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്താൽ അല്ലേലിയ, അവിടെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് അല്ലേലിയ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടേണ്ടത്. അത് വിശ്വാസത്താലാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അല്ലേലിയ ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന, ഈ അണ്ടകടാകത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന, അതിന് സകലത്തിന്റെ സൃഷ്ടമായിരിക്കുന്ന, സകലത്തെ നിർമ്മിച്ചവൻ, സകലത്തെ ഉണ്ടാക്കിയവൻ, അനാദിയും ശാശ്വതവാസിയുമായ ദൈവം, ആൽഫയുമേയമായ ദൈവം, മാനകുലത്തിന്റെ പാപത്തിന് വേണ്ടി കാൽവരി കുരിശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തേനൊരു സ്വർഗാരോപണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മാറ്റി സഹായിക്കുന്ന യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താലാ പ്രാർത്ഥിക്കലും കേട്ടോ. പ്രാർത്ഥന എന്തായിരിക്കണം? വിശ്വാസത്താലായിരിക്കണം. ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ്. അതാണ് സംഗീതക്കാരൻ പറയുന്നത് കേട്ടല്ലേലിയ. ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത്, അതിരാവിലെ സമയം ചിലപ്പോൾ നിങ്ങൾ എഴുന്നേൽക്കാതിരിക്കുക, വിഷമിക്കേണ്ട. നല്ലരിയ. അതിരാവിലെ കഴിഞ്ഞ് അതിരാവിലത്തെ സമയം വരുന്നു. യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. സങ്കീർത്തനം 5:3. ചിലപ്പോൾ ഉദയത്തിന് മുമ്പ് നിങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റിയില്ലെങ്കിലും ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റില്ല, അതുകൊണ്ട് ഇനിയും പ്രാർത്ഥിക്കേണ്ട എന്നൊക്കെ ചിന്തിക്കുന്നതിനെക്കാട്ടും നല്ലത് 5-ാം സംഗീതത്തിലേക്ക് വരണം. 5-ാം സംഗീതത്തിൽ ഉദയത്തിൽ നിനക്ക് പ്രാർത്ഥന നഷ്ടപ്പെട്ടെങ്കിൽ ദാവീദ് പറയുക, യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. അപ്പൊ 2ാമത് ചാൻസ് കൂടെ തരിക രാവിലെ. സ്തോത്രം. ആദ്യത്തെ ചാൻസ് നഷ്ടപ്പെട്ടെങ്കിൽ 2ാമത്തെ ചാൻസ് രാവിലെ. സംഗീതകൻ രാവിലെ എത്തിക്കുന്നു, രാവിലെ പ്രാർത്ഥിക്കേണ്ട ദൈവത്തിന് ഒരുങ്ങി കാത്തിരിക്കുന്നു. നിങ്ങൾ എന്തിനാ ഒരുങ്ങുന്നത്? നിങ്ങൾ കല്യാണത്തിന് പോകാൻ ഒരുങ്ങും, ടൂർ പോകാൻ ഒരുങ്ങും, യാത്ര പോകാൻ ഒരുങ്ങും, സ്കൂളിൽ പോകാൻ ഒരുങ്ങും. നിങ്ങൾ അങ്ങനെ വിവിധ ഒരുക്കങ്ങളുണ്ട്. പക്ഷെ ഇവിടെ സംഗീതക്കാരൻ എന്തിനാ ഒരുങ്ങിയത്? യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുങ്ങി കാത്തിരിക്കുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുക. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുക്കണം. എല്ലാത്തിനും നീ പലതിനും ഒരുങ്ങി പോകുന്നുണ്ട്. ആ ഒരുക്കമൊക്കെ നിന്റെ ജീവിതത്തിൽ അവസാനത്തെ ഒരുക്കമായി നമ്മൾ കാണത്തില്ല. ഈ മനുഷ്യൻ ജീവനോടെ ഇരിക്കും, വീണ്ടും ശ്വാസം പോയി കഴിയും, പിന്നെ അവനെ ഒന്ന് ഒരുക്കി എടുത്തുകൊണ്ട് ഒരു വെട്ടിക്കകത്ത് കിടത്തുന്ന സമയമുണ്ട്. ആ ഒരുക്കം വരെ നിന്റെ ജീവിതത്തിൽ വരാം. പക്ഷെ അതിനു മുമ്പ് നീ രാവിലെ എഴുന്നേറ്റ്
പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കണം. അതാണ് സംഗീതക്കാരൻ പറയുന്നത്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് 3-ാം വാക്യം നമ്മൾ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയുന്നത്. ആമേ പ്രഭാത ധ്യാനത്തിന്റെ വലിയ ആ വൈശിഷ്ട്യത്തെക്കുറിച്ച് ലക്ഷ്യബോധമുള്ളവനാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി എന്ന് പറയുന്നത്. അല്ലേലിയ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്കായി അല്ലേലിയ ആമേ ദാനിയേലിനെ പോലെ നമുക്ക് കഥകൾ തുറക്കണം. നിങ്ങൾ ദാനിയേലിന്റെ പുസ്തകം അല്ലേലിയ 6-ാം അധ്യായം 10-ാം വാക്യം വായിച്ച് കാണാൻ കഴിയുന്നതൊക്കെ. ദാനിയേലും ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു. അല്ലേല് തനിക്കെതിരെ രേഖ എഴുതിയത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ അല്ലേലിയ ദൈവത്തിന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിച്ചിരുന്നു. രക്തം ചെയ്യും. അപ്പൊ നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് കർത്താവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. നിന്റെ ജീവിതം ഇവിടുത്തെ രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധപ്പെട്ടതാകരുത്. അല്ലേലിയ എന്റെ ജീവിതം ഇവിടെ രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധപ്പെട്ടതാകരുത്. അല്ലേലിയ ഇവിടുത്തെ മത നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടതുമാകരുത്. അല്ലേലിയ നിന്റെ ജീവിതം ഇവിടുത്തെ തീവ്രവാദികളോ ഭീകരവാദികളോ വർഗീയവാദികളോ ബന്ധപ്പെട്ടായിരിക്കരുത്. ഇവിടുത്തെ കള്ളുകുടിയന്മാരുമായിട്ടും ചെറിയ ജീവിതം വ്യഭിചാരം ചെയ്യുന്നവനുമായിട്ട് ബന്ധപ്പെട്ടാകരുത് നിന്റെ ജീവിതം. പരസംഘക്കാരോടും വിഗ്രഹാരാധികളും ബന്ധപ്പെട്ടാകരുത് നിന്റെ ജീവിതം. നിന്റെ ജീവിതം ദൈവത്തോട് ബന്ധപ്പെട്ടായിരിക്കണം. നമുക്ക് ബന്ധപ്പെടാൻ നിർമ്മലനായ നിർദോഷനായ പവിത്രനായിരിക്കുന്ന പാപത്തെക്കാൾ അമ്മ പാപത്തെ വിട്ടൊഴിഞ്ഞവൻ, പാപമറിയാത്തവൻ, അല്ലെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായിരിക്കുന്ന യേശുവാണ്. യേശുവായിട്ട് നമുക്ക് ഏറ്റവും ബന്ധപ്പെടാൻ നല്ല വ്യക്തി. അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഒരു സൈസാ. നമ്മൾ മനുഷ്യരല്ലേ, ജഡത്തിൽ വസിക്കുന്നവരല്ലേ, ഒരുപാട് കുറവുകളുണ്ട്. പക്ഷെ നമ്മൾ ബന്ധപ്പെടുവാൻ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠൻ നമ്മുടെ യേശു ആകട്ടോ. അതുകൊണ്ടാണ് ദൈവത്തിന് അങ്ങനെയൊക്കെ പറയുന്നത്. 55-ാം സംഗീതം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുള്ള വചനം. 55-ാം സംഗീതത്തിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ചു കഴിയും, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. ലേലിയ ഇവിടെ സംഗീതക്കാരൻ പറയുക. ലേലിയ 55-ാം സംഗീതം നോക്കുമ്പോൾ ഈ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ്റെതാ. ആ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ ഭയങ്കര പ്രാർത്ഥന മനുഷ്യനായിരുന്നു. ലേലിയ പ്രാർത്ഥന മനുഷ്യനായിരുന്നു. അയാളെ പോലെ പ്രാർത്ഥിച്ചൊരു വ്യക്തി വേദപുസ്തകത്തിലുണ്ടോ നിങ്ങൾ തിരഞ്ഞു നോക്കണം കേട്ടോ. അല്ലേലിയ പുള്ളി പറയാണ്, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. ലേലിയ അവൻ എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന്. എന്താണ് നമുക്കതിന് മനസ്സിലാക്കാനുള്ളത്? അവിടെ വചനം പറയുകയാണ്, സ്തോത്രം, ആമേ ദിവസം 3 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അനുഭവം, ആ ഒരു മനോഹരമായ അനുഭവം തന്റെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവുണ്ടാക്കി. 3 നേരം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, 3 നേരം പ്രാർത്ഥിക്കുന്ന സമയത്തെ മാറ്റിവെച്ചു കഴിഞ്ഞപ്പോൾ തന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായി. ഇന്നത്തെ പോലെയുള്ള പ്രാർത്ഥന, നമുക്ക് ഈ ഭർത്താനൊക്കെ മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കും. ഇന്നത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കറണ്ട് പോകുന്ന സമയത്ത് സീരിയലിന്റെ സമയം നോക്കി, റിയാലിറ്റി ഷോ സമയം നോക്കി, കോമഡിയുടെ സമയം നോക്കി, സിനിമയുടെ സമയം നോക്കിയിട്ടൊക്കെയാണ് പലരും പ്രാർത്ഥിക്കുന്നത്. കാരണം അന്നേരം കണ്ടതിന്റെ ബാക്കി ഇന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞാൽ പുള്ളി അങ്ങ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതല്ലേ ഈ കച്ചറയൊക്കെ. നിന്റെ ടിവിയുടെ സമയം നോക്കി, ടിവിയിലെ പ്രോഗ്രാമിന്റെ സമയം നോക്കിയല്ല നീ പ്രാർത്ഥിക്കേണ്ടത്. അല്ലേലിയ നീ ദൈവസന്നിധി വന്ന ഏകാഗ്രത ഹൃദയത്തോടെ, നിർമ്മല മനസ്സോടെ, നിർമ്മല ഹൃദയത്തോടെ, സത്യസന്ധമായി നിന്റെ ഹൃദയത്തെ ദൈവസന്നിധി തുറന്നിട്ട് നീ മകനായതുകൊണ്ട് അപ്പനോട് അവകാശം പറഞ്ഞ അവകാശത്തോടെ നിനക്ക് പ്രാർത്ഥിക്കണം. അതെങ്ങനെയാണ്? അല്ലേലിയ രാവിലെ വൈകുന്നേരത്തിന് കാലത്ത് ഉച്ചയ്ക്ക് നിന്റെ സങ്കടങ്ങളുണ്ട് ബോധിപ്പിച്ച് കരയണം നീ. അല്ലേലിയ എങ്കിലും നിനക്ക് ദൈവത്തിന് പ്രവർത്തി കാണാൻ കഴിയുള്ളൂ. ലേലിയ ഇതാണ് സംഗീതക്കാരൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇടവിടാതെ പ്രാർത്ഥിപ്പിന്നാണ് 1 Thessalonians ലേഖനം 5:17. ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടന്മാർക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അല്ലേലിയ അപ്പൊ ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. അല്ലേലിയ എപ്പോഴും ദൈവത്തിനെ സന്തോഷിക്കുക. എന്നിട്ട് കഷ്ടതയുടെ വരവിൽ ദൈവം നിന്നെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. അല്ലേലിയ സ്തോത്രം. നീ ഇന്ന് വരെ അനുഭവിച്ചിട്ടാത്ത ഒരു ദൈവിക സമാധാനത്തെ നിന്റെ കുടുംബത്തിൽ തരാൻ ദൈവം ആഗ്രഹിക്കുക. എന്റെ കണ്ണുനീരൊക്കെ തുടയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് പറയട്ടെ, നീ ഭാരപ്പെടേണ്ട, നീ സങ്കടപ്പെടേണ്ട. കർത്താവ് നിനക്ക് വേണ്ടി ചില അത്ഭുതം ചെയ്യും. ഭവനത്തിനകത്ത് മക്കൾ വളർന്നു നിൽക്കുന്നു. പെൺമക്കളുടെ വിവാഹം നടക്കുന്നില്ല. ആൺമക്കൾക്ക് നല്ലൊരു വധുവിനെ കിട്ടുന്നില്ല. പെൺകുട്ടിക്ക് നല്ല ചെറുക്കനെ കിട്ടുന്നില്ല. ചെറുക്കൻ നല്ല പെൺകുട്ടിയെ കിട്ടുന്നില്ല. അതുകൊണ്ട് വളരെ മാതാപിതാക്കൾ ഭാരപ്പെടുക. എന്നോട് ഒത്തിരി പേര് പറയും, പ്രാർത്ഥിക്കണം, മകൾക്ക് നല്ലൊരു കല്യാണം നടക്കണം, മകന് നല്ലൊരു കല്യാണം നടക്കണം, നല്ലൊരു പെണ്ണ് വേണം, നല്ലൊരു ചെറുക്കൻ വേണം.
അതിന്റെ കാര്യാത്തിൽ ചോദിക്കുമ്പോൾ പറയും അപ്പൻ വീട്ടിൽ ഭയങ്കര മദ്യപാനമാണ്, അപ്പൻ ഭയങ്കര വീട്ടിൽ മദ്യപാന, അപ്പൻ മദ്യപിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഞങ്ങൾക്ക് യാതൊരു സ്വസ്ഥതയില്ല. മകൾക്ക് ഒരുപാട് കല്യാണാലോചന വരുന്നുണ്ട്, എല്ലാം മാറിപ്പോവുക. വരുമ്പം തന്നെ അപ്പന്റെ സ്വഭാവം എല്ലാവരും പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പനൊരു കള്ളുകുടിയനാണെന്ന് കേൾക്കുമ്പോൾ തന്നെ വന്ന ആലോചനയെല്ലാം അങ്ങ് മാറിപ്പോവുക. നിന്റെ വീട് അങ്ങനെയല്ലേ സഹോദര, നിന്റെ വീട് അങ്ങനെ, നീ വചനം കേൾക്കുന്ന നീ തിരുത്തണം കേട്ടോ. ചില വീട്ടിൽ വന്നു കഴിയും, അയ്യോ ആ വീട്ടിലേക്ക് പോയത് ആ സഹോദരി ശരിയല്ല കേട്ടോ, ആ സഹോദരി ശരിയല്ല. സഹോദരിമാരെ നിങ്ങൾ തിരുത്തേണ്ടവർ തിരുത്തണം. എല്ലാവരെയും അല്ല പറയുന്നത്, എത്രയോ പേരല്ലേ വിളിക്കുന്നത് അല്ലെ പ്രാർത്ഥിക്കാൻ. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ വലിയ മനസ്സിന് സങ്കടങ്ങളൊക്കെ, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കും കേട്ടോ, ഞാൻ പ്രാർത്ഥിക്കും. ഞാനിതൊക്കെ പറഞ്ഞാലും എന്നോട് പറയുന്നതോടെ എല്ലാ വിഷയവും ഞാൻ പ്രാർത്ഥിക്കും. ചിലർക്ക് വേണ്ടിയിട്ട് ഈ വാട്സപ്പിനകത്ത് അവരുടെ നമ്പരൊക്കെ അയച്ചിട്ട് ഞാൻ വാട്സപ്പിൽ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേരിയ. കാരണം കഷ്ടം സഹിക്കുന്നവർക്ക് എനിക്ക് നൊമ്പര പറയത്തുള്ളൂ, വേദന. കൈ മുറിഞ്ഞവനെ എന്റെ വേദന അറിയും, കൈ മുറിയാത്തവന് വേദനയില്ലല്ലോ, മുറിഞ്ഞവനല്ലേ വേദനയുള്ളൂ. അല്ലേരിയ ഹൃദയം മുറിഞ്ഞ് കിടക്കുന്നവന് വേദനയുള്ളൂ, ഹൃദയത്തിന് നൊമ്പരമില്ലാത്തവന് എന്തോന്നറിയാം അല്ലേരിയ. അല്ലേരിയ നമ്മള് പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. എത്ര കുടുംബങ്ങളാണ്. അതുകൊണ്ട് വൈകുന്നേരത്തും കാലത്ത് ഉച്ചയ്ക്കും നിന്റെ സങ്കടം ബോധിപ്പിച്ച് നീ ദൈവത്തോട് കരയാൻ തുടങ്ങുന്നെങ്കിൽ അല്ലേരിയ നിന്റെ ജീവിതത്തിലും അത്ഭുതങ്ങളെ നടക്കുക തന്നെ ചെയ്യും. നിന്റെ എല്ലാ കഷ്ടങ്ങളും മാറും. ചില സമയം നമ്മൾ നാട് വിട്ട് വീട് വിട്ട് കൂട്ടുകാർ നാട് വിട്ട് നാമതയെ കൂട്ടം വിട്ടെന്നൊക്കെ പാട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാല് നാടും വീടും വിട്ട് സ്വന്തക്കാരെ ബന്ധക്കാരെ എല്ലാം വിട്ടിട്ട് വിദേശത്ത് ജോലിക്ക് പോകുന്ന അനവധി ആളുകളുണ്ട്. അങ്ങനെ വിദേശത്ത് ജോലിക്ക് പോയി ജോലിയൊക്കെ കിട്ടി കൈ നിറച്ച് കാശ് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നാട്ടിലെ പോലെ തന്നെ കച്ചറയായി കള്ളു കുടിച്ച് നടക്കുന്ന അനവധി സഹോദരന്മാരുണ്ടെന്ന്. അവിടെ കിട്ടുന്നത് വിദേശത്ത് മുഴുവൻ കിട്ടുന്ന കള്ളു കുടിക്കും, ചീട്ട് കളിക്കും അല്ലേടിയ. നാട്ടിൽ നിന്ന് തന്നെ വേറെ മോശമായി ജീവിതം വിദേശത്ത് ഭാര്യ ഉപേക്ഷിച്ചിട്ട് വേറെ ഭാര്യമാരെയും കൊണ്ട് പോയി ജീവിക്കുന്നവരുണ്ട്. വീട് നന്നാക്കാൻ പോയത്, കുടുംബം നന്നാക്കാൻ പോരുക, വിദേശത്ത് ചെന്നിട്ട് അവരുടെ സ്വഭാവം മാറത്തില്ല അല്ലേരിയ. സ്വഭാവം ചിലതൊക്കെ അങ്ങനൊക്കെ തന്നെയാ അല്ലേരിയ. നീ വിദേശ രാജ്യത്ത് കടന്നുപോയത് എന്തിനാ? നിന്റെ കുടുംബത്തെ പോറ്റാൻ, നിന്റെ തലമുറയെ പോറ്റാൻ, മക്കളെ പോറ്റാൻ വേണ്ടിയിട്ടാണ്. അവിടെ ചെന്ന് ദുസ്സഹമായ ജീവിതം നയിക്കരുത്. അതൊരു വശം. രണ്ടാമത്, വിദേശ രാജ്യത്ത് കാലങ്ങൾ പ്രവാസ ജീവിതം നയിച്ചിട്ട് ചോര വിയർപ്പാക്കി ഉണ്ടാക്കിയ പൈസയൊക്കെ നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് നാട്ടിൽ വരുന്ന പൈസ എടുത്ത് ഭാര്യയും മക്കളും നൂർത്തടിക്കുന്നു. ചില പ്രൗരിമാര് പൈസ മുഴുവൻ നൂർത്തടിച്ചിട്ട് പിന്നെയും നല്ലൊരു ഭർത്താക്കന്മാരെ ചീത്ത വിളിക്കുന്നത്. അവസാനം പ്രവാസ ജീവിതം വിട്ട് നാട്ടിലേക്ക് വരുമ്പം കഴിഞ്ഞ 10, 20, 25, 30 വർഷം വീട് അന്വേഷിച്ച് ഭാര്യയും മക്കളും ദൂർത്തടിച്ചത്, ദൂർത്തടിക്ക് പണം ഉണ്ടാക്കി കൊടുത്ത അപ്പനെ ഇറക്കി വിടുക, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് എവിടെയും വല്ല വോൾട്ടേജ് ഹോമിലോ വഴിയോരത്ത് കൊണ്ട് തള്ളുന്നത്. അതുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ എന്തുകൊണ്ടാണ്? ദൈവമായിട്ട് നിനക്ക് ബന്ധമില്ലാത്തതുകൊണ്ടാണ്. ദൈവമായി ബന്ധമില്ലാത്തതും ദൈവമായിട്ട് സംസർഗമില്ലാത്തതുകൊണ്ട്, നീ ദൈവത്തിൻ്റെതല്ലാത്തത് കൊണ്ട്, നീ ലോകത്തിൻ്റെതായ നീ സാത്താനുള്ളത് ചിന്തിക്കുന്നതുകൊണ്ട് പിശാചിന്റെ കുടുംബത്തിനകത്ത് കണ്ണുനീര് കൊണ്ടുവരിക. അത് നീ പുറത്തു തരണം. നിന്റെ ദൈവത്തിന് ആവശ്യം, നിന്റെ കുടുംബത്തെ ദൈവത്തിന് ആവശ്യമാണ്. നീ ഭാര്യ ഭർത്താവ് നിങ്ങൾ രണ്ടുപേരും ദൈവത്തിന് ആവശ്യമാണ്. അപ്പനും അമ്മയും മക്കളും ഒന്നിച്ചിറങ്ങുന്ന കുടുംബത്തിന് ദൈവത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു തുടങ്ങി. ഇന്നലകളിലെ കഷ്ടത്തെ നീ ദൈവത്തോട് ഏറ്റുപറ, നിന്റെ സങ്കടങ്ങൾ ഏറ്റുപറ. സങ്കടം നീ ദൈവത്തോട് ബോധിപ്പിക്കും. വൈകുന്നേരത്തും ഉച്ചയ്ക്കും കാലത്തും സങ്കടം ബോധിപ്പിച്ച് കരയുന്നതാണ്. ഇതിനെ പോലെ നിന്റെ ജീവിതത്തെ പറ്റി എല്ലാ കുറവുകളും നീ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ അല്ലേരിയ നിന്റെ അവസ്ഥകളെല്ലാം മാറുമെന്നേ. ഏതിലേരിയ ഓശയ പുസ്തകമൊക്കെ വാങ്ങി യഹൂദേ ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കൊരു കൊയ്ത്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ പോലെ ദൈവം നിന്റെ സ്ഥിതിക്ക് മാറ്റം തരും. ഒരു വലിയ കൊയ്ത്തിനെ ദൈവം നിനക്ക് തരും. ലേരിയ സ്തോത്രം. നിന്റെ ദൈവം തള്ളിക്കളയത്തില്ല. ദൈവത്തിലേക്ക് മടങ്ങി വേണം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അല്ലേരിയ അവിടെ വചനം എന്റെ പ്രാർത്ഥന തിരുസന്നിധി ധൂപമായും എന്റെ കൈകളെ മലർത്തും സന്ധ്യായാഗമായി തീരട്ടെ എന്ന് 141 2 വാക്യം വായിക്കുന്നുണ്ട്. അത് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, രാവും പകലും ഇടവിടാതെ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക കഴിയണം. നിന്റെ വേദനകൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. കണ്ടുകൾ അടച്ചാട്ട് ലേറിയ ഞാൻ എന്നോടൊപ്പം ചേർന്ന് പറയാമോ? കർത്താവേ, ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ എന്നെ സമർപ്പിക്കുന്നു. എന്റെ ജീവിതം, എന്റെ തകർന്ന കുടുംബം, എന്റെ നിരാശ സങ്കടങ്ങൾ, ഞാൻ കടന്നു പോകുന്ന ഭാരമേറിയ അനുഭവത്തിൽ നിന്ന് വിടിവിക്കുകയാണെങ്കിൽ കഴിയും. അങ്ങയുടെ സമർപ്പിക്കുന്നു പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്നിധിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ഭാരത വിദേശ രാജ്യങ്ങളായി 200 കോടി ജനത്തിനായി തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ ശൈശവത്തിൽ ബാല്യത്തിൽ കൗമാരി യൗവനത്തിലും വാർത്തനും വൃത്തരശനയാ ചോട്ടയിൽ തടവറയിലായിരിക്കുന്ന ജാതി മതവർഗ വർണ്ണ വ്യത്യാസം കുടിയിട്ട് കൊട്ടാരത്തി വരെ പാർക്കുന്ന
എല്ലാ ഗോത്രഭാവങ്ങളെയും എല്ലാ ദിവസ ട്രൈബൽ മേഖലയിലും ജനത്തിനായി അമ്മ രാജ്യരാഷ്ട്ര തലവന്മാർ, അധികാരികൾ, ന്യായമാർ, രാജാക്കന്മാർ, രാജ്ഞമാർ അടക്കമുള്ള എല്ലാ പ്രിയപ്പെട്ടവരും, എല്ലാ ക്രമസമാധാന വാല്യ നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്ന എല്ലാ ന്യായാധിപ സംഘങ്ങളെയും ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മദ്യത്തിന് മയക്കുമിൽ ലഹരി അടിപ്പെട്ട് കിടക്കുന്നവർ, തീവ്രവാദ ഭീകരവാദ വർഗീയതപ്പെട്ട് ദൈവമില്ലായ്മ നിരീക്ഷണ യുക്തിവാദികൾ, മൂടന്മാരടക്കമുള്ള സകല ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മാറാരോഗത്തിൽ കടന്നു മഹാവ്യാധികൾ കടന്നു പോകുന്നവർ, നിരാശയിൽ കടന്നു പോകുന്ന വിവിധ പാമ്പ് ശാപ ബന്ധങ്ങൾ അകപ്പെട്ട് കിടക്കുന്ന പ്രതാപി ജനത്തിന് വേണ്ടി ഈ പകൽ പ്രാർത്ഥിക്കുകയാണ്. ഒരു വിടൽ കൊടുക്കണമേ. ലോകം മുഴുവൻ അക്രമം പെരുകുന്നു, തീവ്രവാദം പെരുകുന്നു, ഭീകരത വളരുന്നു. മനുഷ്യന്റെ ജീവനെ യാതൊരു വിലയില്ലാതെ ഓരോ ദിവസവും കശാപ്പ് ചെയ്യുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാടന്മാർ ജീവിക്കുന്ന അനവധി കാമവെറിയന്മാർ വലിയ ഭൂമി പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ മതമൗലികവാദികൾ എഴുന്നേറ്റ് നാം എളിയ ജനത്തെ കൊന്നൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റെ ഭാരതത്തിൽ ലോകരാജ്യ സമാധാനത്തിനും ആശ്വാസത്തിനും വേണ്ടി ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ്. തകർന്നു കിടക്കുന്നവരുടെ കുടുംബങ്ങളെ ദൈവം പണതെടുക്കുവാൻ അവിടുത്തെ കരങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ബന്ധനങ്ങളെപ്പെട്ട് സാത്താനി ആരാണ് സാത്താനി ബന്ധനം കുടുങ്ങിക്കിടക്കുന്ന വിവിധ ബന്ധനത്തിൽ ആയിക്കിടക്കുന്ന കുടുംബങ്ങളുടെ വിടുതനായി ശാപത്തിൽ നിന്ന് കെട്ടുകൾ വിടിവിക്കപ്പെടുവാൻ ഈ ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സകല മുഖത്തോടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.